നമ്മൾ ഇന്നലെ താമസിച്ചത് ആ ഹോട്ടൽ ദ ഹോളി പാലസ് എന്നുള്ള സ്ഥലമാണ് കേട്ടോ. ഫട്ടയ്ക്കും സെർസിക്കും ഇടയ്ക്കുള്ള സ്ഥലമാണേ. അപ്പം മണി എത്ര ഈ 5 മണിയായി. 5 മണിക്ക് തന്നെ അതാ അങ്ങോട്ട് പോകാനുള്ള തിരക്കാണ്. സോനപ്രയാഗിലേക്ക് പോയി കാറ് പാർക്ക് ചെയ്യണം. രാവിലെ തന്നെ തിരക്കാണ്. തിരക്കെന്ന് വെച്ചാൽ അവിശ്വസനീയമായ രീതിയിലുള്ള തിരക്കാണ് കേട്ടോ. തിരക്ക് ഭയങ്കര തിരക്ക്. അപ്പോൾ ഇവിടെ നിന്ന് സോൻപ്രയാഗിലേക്ക് നമ്മൾ പോവുകയാണ്. പോയി കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അവിടെ നിന്ന് ടാക്സി കിട്ടും. ടാക്സി എടുത്തിട്ട് വേണം ഗൗരികുണ്ടിലേക്ക് പോകാൻ. നമ്മുടെ വണ്ടി അങ്ങോട്ട് കയറ്റത്തില്ല. 5 മണിയായി. 3 മണി മുതൽ തന്നെ ഇവിടെ തിരക്ക് ബ്ലോക്കുമാണ് കേട്ടോ. ഇന്ന് പൂരമായിരിക്കും അവിടെ. നമ്മൾ രാവിലെ മണി 5 ആയി. 5 മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. സോൻപ്രയാഗിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ അകലെയുള്ള ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തത്. രാവിലെ തന്നെ 3 മണി തൊട്ട് തന്നെ ബ്ലോക്ക് തുടങ്ങി. ട്രാഫിക് ബ്ലോക്ക് തുടങ്ങി. ഭയങ്കര തിരക്കാണ്. മണിക്കൂറിലോളം നമ്മൾ ബ്ലോക്കിലാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് ഇത് കേദാർനാഥ് പോകാതിരിക്കാൻ പറ്റില്ല. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് സോൻപ്രയാഗിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഷെയർ ടാക്സി കിട്ടും ഗൗരികുണ്ടിലേക്ക്. അതാണ് ഏറ്റവും വലിയ പണി. ഭയങ്കര, കാരണം എല്ലാവരും ചെന്ന് അവിടെ ക്യൂ നിൽക്കുകയാണ്. നമ്മുടെ വണ്ടി അവിടത്തേക്ക് കടത്തി വിടത്തില്ല. ഏത് സോനപ്രയാഗിൽ നിന്ന് ഗൗരികുണ്ടിലേക്ക്. അപ്പോൾ നമ്മൾ ടാക്സി പിടിച്ച് തന്നെ പോകണം. അപ്പോൾ ക്യൂ നിൽക്കണം. അതാണ് രണ്ടാമത്തെ ഘട്ടം. ഒന്നാമത്തെ ഘട്ടം പാർക്കിംഗ് ആണ്. രണ്ടാമത്തെ ഘട്ടം അവിടെ നിന്ന് ഷെയർ ടാക്സി കിട്ടുക എന്നുള്ളതാണ്. നടത്തേക്ക് നമുക്ക് ചെയ്യാം. ട്രക്കിംഗ് ഒന്നും വലിയ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ 2 കാര്യങ്ങൾ പ്രധാനമായിട്ടും ചെയ്യാൻ ഉണ്ട്. ലോക്കൽ ഗാഡിക്കാ ക്യൂ है ना? केदारनाथ जाने के लिए इधर ही आना पड़ेगा आपको. ഓ ശരി. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ നിൽക്കണം കേട്ടോ. ഇവിടെ വന്ന് നിൽക്കണം. ക്യൂ ആണ് കേട്ടോ. ക്യൂ എന്ന് വെച്ചാൽ അടിപൊളി ക്യൂ. ഇന്നൊരു ലെവലാവും. ഇത് ഒരു വടിയുണ്ട്. എല്ലാവരുടെ കയ്യിലും ബാഗ് ഉണ്ട്. ഓരോ വടിയുണ്ട്. 40 രൂപയാണെന്ന് തോന്നുന്നു. भाई सर ये लोग कहाँ से क्यों वेट करें? रजिस्ट्रेशन का स्कैनिंग होगा. रजिस्ट्रेशन? हाँ, उसका टोकन मिलेगा. सब कुछ आगे जाके सोनप्रयाग में. ओके. वो രജിസ്ട്രേഷൻ വേണ്ടി നിൽക്കുന്ന ടോക്കൺ. ഓഹോ, അപ്പോൾ സൗമ്യ ഇവിടെ ഇറക്കുന്നതാണ് ബുദ്ധി. സൗമ്യ, നീ ഇവിടെ നിന്നിട്ടേ ഞാൻ അപ്പുറത്തോടെ നിർത്തണം. എന്നെ ഈ നിൽക്കുന്ന ആളുകളുണ്ടോ, 2 കിലോമീറ്റർ നീണ്ട ക്യൂ ആണ് ഈ. എന്തിനാന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിലർ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ചിലർ ഓഫ്ലൈനായിട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ. 2 കിലോമീറ്റർ നീണ്ട ക്യൂ ആണ്. ആധാർ കാർഡ് മാത്രം മതി. ഓക്കെ. ഇന്നിവിടെ എല്ലാ പാർക്കിംഗ് സ്പേസും ഫുള്ളാണ് കേട്ടോ. ഒരു രക്ഷയില്ല. പാർക്കിംഗ് ഫുള്ളാണ്. എന്താണെന്നറിയില്ല, ഇന്ന് ഭയങ്കര തിരക്കാണ്. 2 കിലോമീറ്റർ നീണ്ട ക്യൂ ആണ്. എന്താണെന്നറിയോ, അതായത് നമ്മൾ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ കുതിര, അതുപോലെ നടന്നു പോകുന്നത് ഒക്കെ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. 2 കിലോമീറ്റർ നീണ്ട ക്യൂ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ സീതാപൂരാണ്. സോനപ്രയാഗ് എത്തിയിട്ടില്ല. സീതാപൂരിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയുള്ള സോനപ്രയാഗിലേക്കുള്ള ക്യൂ ആണ്. ഇതിപ്പോൾ നമ്മളെ ചെക്ക് ചെയ്ത് കയറ്റി വിടുകയാണ്. രാവിലെ 3 മണിക്ക് അലാറം വെച്ച് എണീറ്റ് റെഡിയായി 5 മണിക്ക് കാറിൽ കയറി നമ്മൾ താമസിച്ച സ്ഥലത്തുനിന്ന് സീതാപൂർ എന്ന സ്ഥലത്തേക്ക് 2-3 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ കേട്ടോ. അവിടെ 2 മണിക്കൂർ എടുത്തു. ട്രാഫിക് ബ്ലോക്ക്, ഡെഡ് ബ്ലോക്കായിരുന്നു. അങ്ങനെ 7 മണിക്കാണ് സീതാപൂർ എത്തിയത്. ആ മണി ഇപ്പോൾ 9 ആയി. നമ്മൾ ക്യൂവിൽ നിൽക്കുകയാണ്. ലംബ ക്യൂ ഹേ എന്നാണ് പറയുന്നത്. വെച്ചാൽ ഭയങ്കര ക്യൂ, 2 കിലോമീറ്ററോളം നീണ്ട ക്യൂ ആണ്. ഇനി ഇവിടെ നിന്ന് നടന്ന് സോൻപ്രയാഗിലെത്തി അവിടെ നിന്ന് ലോക്കൽ ടാക്സി കിട്ടും ഗൗരികുണ്ടിലേക്ക്. എന്നിട്ട് അവിടെ നിന്ന് വേണം അടുത്ത ട്രക്കിംഗ് തുടങ്ങാം. അതായത് മന്ദാകിനി നദിയാണ്. മന്ദാകിനി നദി ഇങ്ങനെ ഒഴുകുകയാണ്. വെള്ളം വളരെ കുറവാണ്. ഇതുണ്ടോ? ഓക്കെ. ഇവിടെ ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട് കേട്ടോ. മിനിറ്റിന് ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട്. പക്ഷെ അത് പ്രീ ബുക്ക് ചെയ്യണം, എങ്കിലേ കിട്ടുള്ളൂ. എങ്കിൽ ഭയങ്കര സൗകര്യമായിരുന്നു. ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇതാ പോണുണ്ടോ? ഹെലികോപ്റ്റർ ഉണ്ടോ? ഹെലികോപ്റ്റർ നിറയെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട്.
ഇഷ്ടംപോലെ ഹെലികോപ്റ്റർ ഉണ്ട്. മിനിറ്റ് ഇടവിട്ടാണ് ഹെലികോപ്റ്റർ വരുന്നത്. 2 സൈഡിൽ നിന്നും വരുന്നുണ്ട് കേട്ടോ. ഇതാ പോണം അടുത്തത്. ചെറവറേന്നാണ്. ഇത് കാണാൻ നല്ല ഭംഗിയാട്ടോ. എന്തൊരു ക്യൂ ആണെന്നറിയോ. വലിയൊരു പാർക്കിംഗ് ഏരിയയാണ്. ഇതാണ് സോൻ പ്രയാഗിലെ പാർക്കിംഗ് ഏരിയയാണ്. ഇവിടെ എത്തണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇന്നലെ എത്താൻ പറ്റില്ല. ട്രാഫിക് ബ്ലോക്ക് കാരണം സീതാപൂർ ആ സ്ഥലത്താണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്തത്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. ഇതാണ് ചട്പട, എന്താണ് മൂങ് ദാൽ. എന്താ പാർക്കിംഗ് ഇന്ന് അഭൂതപൂർവമായ തിരക്കായി. ഇപ്പോൾ എന്താണ് സംഭവം പിടിയിട്ടില്ല. ഇതുണ്ടോ, അത് മൾട്ടി ലെവൽ പാർക്കിംഗ് ആണ് കേട്ടോ. അവിടെ 2-3 നിലയായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്രയാണെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇതൊന്നും പോരാ ഇവിടെ വണ്ടികളെ പാർക്ക് ചെയ്യിക്കാൻ. അങ്ങനെ നമ്മൾ വണ്ടിയുടെ പോയിന്റിലെത്തി. കുറേ ദൂരം നടന്ന് നമ്മൾ, ഇത് മന്ദാകിനി നദി പറഞ്ഞല്ലോ. ആള് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. അത് അപ്പുറത്ത് വണ്ടികൾ കാത്തു കിടക്കുകയാണ്. അതിലാണ് നമുക്ക് പോകേണ്ടത്. 6 കിലോമീറ്റർ ഉണ്ട്. ഇത് സോനപ്രയാഗ് എന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് ഗൗരികുണ്ടിലേക്കാണ് പോകേണ്ടത്. 6 കിലോമീറ്ററാണ്. വണ്ടി കൊണ്ടുപോകും. ഒരാൾക്ക് 50 രൂപ കൊടുക്കണം. ഭയങ്കര തിരക്കാണ്. ആ മോളിൽ കൂടെ പോകേണ്ടത്. ബൊലേറോ അല്ല, ടാറ്റ സുമോ അല്ലേ? ടാറ്റ സുമോ കിട്ടി. ഈ പാലത്തിൽ നിൽക്കുന്ന ആളുകളുണ്ടോ. ഇവിടെയൊക്കെ വണ്ടികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യും കേട്ടോ. ഒരു തിരക്കും ബഹളവും തന്നെ കേട്ടോ. അങ്ങനെ നമുക്കൊരു വണ്ടി കിട്ടി. നമ്മളങ്ങനെ ഗൗരികുണ്ടിലേക്ക് പോവുകയാണ്. പോകാനായില്ലേ? 3 മണി തുടങ്ങിയ പ്രയത്നമാണ്. ഗൗരികുണ്ടിലെത്തി. ഇവിടെയും ഇങ്ങോട്ട് വന്ന വഴിയും 6 കിലോമീറ്റർ ഓടാനായിട്ട് ഒരുപാട് സമയമെടുത്തു. നമുക്ക് ചെറിയ വഴിയാണ്. മാന്തോയിൽ 1-2 വണ്ടികൾ കേടായി കിടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നടന്ന് അല്ലെങ്കിൽ കുതിരപ്പുറത്ത് ആണ് നമ്മൾ പോകേണ്ടത്. ഇവിടെ നിന്ന് 16 കിലോമീറ്ററാണ് നമുക്ക് കേദാർനാഥിലേക്കുള്ളത്. ഇവിടെ ഒന്നുകിൽ നമുക്ക് നടന്നു പോകാം, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോകാം. പിന്നെ ഇങ്ങനെ ഡോളിയുണ്ട്. ആളുകൾ നമ്മൾ എടുത്തുകൊണ്ട് പോകും. 16 കിലോമീറ്റർ. തുടങ്ങിയതാ താഴത്തെ ആ പോയിന്റിൽ നിന്ന് കയറി വന്നു. യെസ്, അവിടെ എന്തോ ഫുഡ് കിട്ടും കേട്ടോ. നമുക്ക് അവിടെ നിന്ന് കഴിക്കാം. പിടിച്ചോ, ഞാൻ നടക്കട്ടെ. ട്രക്കിങ്ങിൻ്റെ തുടക്കത്തിൽ ഇതുപോലൊരു മാർക്കറ്റിലെത്തും കേട്ടോ. അതിനകത്ത് നിറയെ കടകളാണ്. കടകളിൽ മാഗി, അതുപോലെ ആലു ബാജി, റൊട്ടി, സബ്ജി, എന്തിനധികം ഓക്സിജൻ സിലിണ്ടർ വരെ ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനൊരു ഇടുങ്ങ് വഴി കൂടെ വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ. പിന്നുണ്ട് ജാക്കറ്റൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. കുറേ ഹോട്ടലുണ്ട് കേട്ടോ. ഹോട്ടലുണ്ടോ, ചപ്പാത്തി വരുത്തുന്നുണ്ട്. ഫുഡൊക്കെ കിട്ടും, പ്രശ്നമില്ല. പിന്നെ റേറ്റ് ഒരു അല്പം കൂടും, കാരണം ഇത്രയും ദൂരം ചുവന്ന് മുകളിലേക്ക് എത്തിക്കണ്ടേ, മലയുടെ മുകളിൽ എത്തിക്കണ്ടേ. ബൂട്ട്, ട്രക്കിങ്ങിനുള്ള ബൂട്ട്. ഇതൊരു ഹോട്ടലാണ് കേട്ടോ. അവിടെ നിറയെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. കുറച്ച് തളർന്ന ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ ആളുകൾ എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ പല്ലക്ക് പോലെ മലർത്തി കിടത്തി 2 പേര് ചേർന്ന് എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ ഉണ്ട് കേട്ടോ. കടകളാണിതെല്ലാം, റെസ്റ്റോറൻറ്റ്സ്, പച്ചക്കറി കടകളുണ്ട്,
പഴക്കടയുണ്ട്. അങ്ങ് മുകളിലേക്കാണ് പോകേണ്ടത്. കുറേ വലിയൊരു മാർക്കറ്റാണ് കേട്ടോ. എന്താ കുതിരകൾ പോകുന്നുണ്ടോ? കുതിരകൾ എന്താ തിരക്കെന്നറിയോ? ഒരാൾ എടുത്തോണ്ട് പോകുന്നുണ്ടോ? ഒരാളെ വെച്ച് എടുത്തോണ്ട് പോകുന്നുണ്ടോ? രാവിലെ ഇന്നലെ രാത്രി മുതൽ പാർക്കിങ്ങും ഒരു ബഹളം, വണ്ടിയുടെ ബഹളം, ഫോണടി, ആളുകൾ തമ്മിൽ വഴക്ക്, പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടേ മൊത്തത്തിലൊരു വല്ലാത്ത അന്തരീക്ഷമായിരുന്നു. അപ്പം ശരിക്കും ആലോചിച്ചതാണ് ഇവിടെ വരണോ അതോ പിന്നെ ഒരിക്കൽ തിരക്ക് കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ എന്നാൽ. കാരണം വലിയൊരു സംരംഭമാണ്. രാവിലെ എണീറ്റ് ഇവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്യുക അതൊരു വലിയ മിഷനാണ്. അത് കഴിഞ്ഞിട്ട് ക്യൂ നിൽക്കണം. ക്യൂ നിന്നിട്ട് പിന്നെ ലോക്കൽ ടാക്സി കയറി ഗൗരികുണ്ടിലെത്തണം. ഇതൊക്കെ വലിയ, കാരണം തിരക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സമാധാനവും പോയി കിട്ടും. അത്രയ്ക്കും ആളുകൾ വരുന്നുണ്ട്. പിന്നെ ഞാൻ ആലോചിച്ചു, ഇത്രയും ദൂരം വരെ വന്നതല്ലേ, ഇത് മാത്രമല്ല ഇതായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കേദാർനാഥായിരുന്നു നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യവും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വന്ന സ്ഥിതിക്ക് കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും പോകാം എന്ന് തീരുമാനിച്ചു. ശരി, നമ്മൾ 12 മണിക്കാണ് ട്രെക്കിംഗ് തുടങ്ങുന്നത്. അവിടെയാണ് കുതിരയുടെ പ്രീപെയ്ഡ് കൗണ്ടർ. നമ്മുടെ സോനപ്രയാഗിൽ നിന്ന് കേദാർനാഥ് വരെ 3500 രൂപയാണ് കേട്ടോ. 3500 രൂപ. പിന്നെ പല റേറ്റാണ്, ദൂരത്തിനനുസരിച്ചാണ്. ഗൗരികുണ്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ 1800 രൂപ. ഓക്കെ, കുതിരകൾ 100 കണക്കെണ്ണുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബ്ലോക്കായി വരികയാണ്. ഇങ്ങനെ ക്രോസ് ചെയ്യും, ഈ ഗ്യാപ്പിൽ ക്രോസ് ചെയ്യാം. ആ ഒരു വഴി കൂടെ തന്നെ കുതിരകളും ഇതും പോകുന്നത്. അത്രയ്ക്ക് ആളുമുണ്ട്, നിറയെ കുതിരകളുമുണ്ട്. നമ്മൾ ഗൗരികുണ്ട് ഗേറ്റ് വേ കടന്നു കേദാർനാഥ് ക്ഷേത്രത്തിലേക്ക്. കുതിരകളുടെ വരിയുണ്ടോ? ഇതുണ്ടോ കുതിരപ്പുറത്തെ? ശരിക്കും ഇവിടെ പ്രധാനമായിട്ട് കുതിരകളാണ് പോകുന്നത് കേട്ടോ, മനുഷ്യരെക്കാൾ കൂടുതൽ. ഭയങ്കര വ്യൂ ആണ് കേട്ടോ. നമ്മൾ ഭാവനയെ കാണുന്ന പോലെ ഒരു സംഭവമൊന്നുമല്ല കേട്ടോ. അത്ര സുഖകരമോ അല്ലെങ്കിൽ രസകരമോ ഒന്നും അല്ല ഇന്നത്തെ അനുഭവം. മുന്നത്തെ അനുഭവം എന്ന് എനിക്കറിയില്ല. കാരണം നോക്കി, ഈ വഴിയിൽ ഒരു സൈഡിലേക്ക് കുതിരകൾ ഇങ്ങനെ വരി 100 കണക്ക് കുതിരകളുണ്ട് കേട്ടോ. ഇങ്ങനെ പോവുകയാണ്. പിന്നെ ആളുകളെ ചുമന്നുകൊണ്ട് പോകുന്ന ആളുകൾ, പിന്നെ എടുത്തുകൊണ്ട് പോകുന്ന ആളുകൾ, 4 പേര് കൊണ്ടുപോകുന്ന ആളുകൾ, വൺ സൈഡ് ഇറങ്ങി വരുന്ന ആളുകൾ, ഇറങ്ങി വരുന്ന കുതിരകൾ, ഇറങ്ങിയ ആളെ കൊണ്ടുവരും. അത് അത്രയ്ക്കും ഉള്ള വഴി ഇതിനില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നടക്കാൻ വഴിയില്ല, കുതിരകൾക്കുള്ള വഴിയേ ഉള്ളൂ ഇവിടെ. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അത്രയ്ക്കും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് കയറുകയാണ്. അപ്പോൾ അത്രയ്ക്കും യാത്രക്കാർക്കുള്ള കുതിരകൾ വേണമല്ലോ. ഈ കുതിരയുടെ ചവിട്ട് കിട്ടുമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പെടുമോ എന്നൊക്കെയുള്ള നല്ല പേടിയുണ്ട്. ശരിക്കും നമ്മൾ അങ്ങനെ യൂട്യൂബിൽ കാണുന്ന പോലെ വായിച്ചറിഞ്ഞ പോലെ എന്നുള്ള സംഭവമല്ല കേട്ടോ. ഇത് പലപ്പോഴും എനിക്ക് തിരിച്ചിറങ്ങാൻ തോന്നി. അത്രയും ഒരു ടെൻഷനായി. നമ്മൾ തിരിച്ചിറങ്ങുകയാണ്, കാരണം ഇങ്ങനെ കയറാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ വന്ന സമയം ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം 1 കിലോമീറ്റർ ആയുള്ളൂ. അത്രയ്ക്കും ടെൻഷൻ അടിച്ചു കേട്ടോ. അത് കണ്ടോ, ബാക്കിൽ നിന്ന് ഇങ്ങനെ കുതിരകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരക്കില്ലാത്തൊരു ദിവസം പിന്നീട് വരാം. കാരണം ഇനിയും ഇപ്പോൾ 1 കിലോമീറ്റർ കഷ്ടിച്ചായിട്ടുള്ളൂ. ഇനിയും ഒരു 15 കിലോമീറ്റർ കൂടെ ഈ തിരക്കിൽ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസഹിക്കബിളാണ്. നമ്മൾ പിന്നീട് ഒരു സമയത്ത്, തിരക്കില്ലാത്തൊരു സമയത്ത് വരാം. കാരണം ഇതിപ്പോൾ മെയ് മാസമല്ലേ, ക്ഷേത്രമൊക്കെ തുറന്നിട്ട് ഇന്ന് 15 കണ്ടയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കാണിത്. ഹെലികോപ്റ്ററുകൾ തലങ്ങനെയും വിലങ്ങനെയും പോകണം കേട്ടോ അവിടെ.
അങ്ങനെ ഒരു ഹെലികോപ്റ്റർ പറന്ന് ഇറങ്ങി. ഫട്ട എന്ന സ്ഥലമാണ് ഫട്ട. ഇപ്പോൾ കേദാർനാഥിലെ ഫട്ട എന്ന സ്ഥലത്ത് ഒരു ഹോം സ്റ്റേയിലാണ് താമസിക്കുന്നത്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള നല്ല മലയുടെ വ്യൂ കാണാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ്. ഹിൽ വ്യൂ സൂപ്പറാണ്. അതിനേക്കാൾ രസമെന്ന് പറയുന്നത് താഴോട്ട് നോക്കിയേ, വേണ്ട അടിപൊളി സൂപ്പർ വ്യൂ. കൃഷിയിടങ്ങളാണ്. എന്താ രസം, നല്ല ആംബിയൻസ് ആണ് കേട്ടാ, സൂപ്പർ. സൗമ്യ ഒരു കട്ടൻ ചായ ഇട്. കട്ടൻ കുടിക്കാം നമുക്ക്. സാധനം എടുത്ത് വന്നിട്ട് കട്ടൻ അടിച്ച് പോയി, കാരണം തണുപ്പ് കണ്ടു കഴിഞ്ഞാൽ കട്ടൻ അടിക്കണം. കണ്ടാ നല്ല ഭംഗിയുണ്ടല്ലേ. അവിടെയൊക്കെ വീടുകളൊക്കെ കണ്ടോ, വെച്ച് വീടുകളൊക്കെ അടിപൊളി സൂപ്പർ. ഫട്ടയിലുള്ള നമ്മുടെ റൂമാണ് കേട്ടോ. ഹോം സ്റ്റേ ആണ്, ഹോം സ്റ്റേ. ഇതാണ് ഒരു റൂം. 2 റൂം എടുത്തിട്ടുണ്ട്. ഇതാണ് മറ്റൊരു റൂം. നല്ല റൂമാണ്, അടിപൊളിയാണ്.